ഹായ്, ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോക്കനട്ട് ഫ്ലവർ ബ്രെഡാണ്. ഇതൊരു കീറ്റോ ബ്രെഡാണ്. കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണിത്. ഇതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഈ എടുത്ത് വെച്ചേക്കുന്നത്. കോക്കനട്ട് ഫ്ലവർ, ബട്ടർ ഉരുക്കിയത്, മുട്ട, ഉപ്പ്, കുറച്ച് ബേക്കിംഗ് പൗഡർ, പിന്നെ കുറച്ച് സ്പൈസസ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് റോസ്മേരിയും പിന്നെ കുറച്ച് മിക്സഡ് സ്പൈസസുമാണ് എടുത്തിരിക്കുന്നത്. ഈ സ്പൈസസ് നിങ്ങളുടെ രുചി അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. സ്പൈസസ് ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നല്ല രുചി തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മുട്ടയെല്ലാം കൂടെ എടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയ്ക്കകത്തോട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ബട്ടർ നല്ലതായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കുക. കോക്കനട്ട് ഫ്ലവർ, ബേക്കിംഗ് പൗഡറും, ഉപ്പ്, സ്പൈസസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ബാറ്റർ കുറച്ച് ലൂസായിട്ട് തോന്നും. അപ്പോൾ മുട്ട കൂടിപ്പോയോ അതോ ബട്ടർ കൂടിപ്പോയോ നമുക്ക് തോന്നും. അതൊന്നും പേടിക്കണ്ട. നമ്മുടെ ഈ ഇട്ട് കൊടുത്തിരിക്കുന്ന കോക്കനട്ട് ഫ്ലവർ ആണെങ്കിൽ നല്ലപോലെ വെള്ളമുള്ള കണ്ടൻറ്റ് വലിച്ചെടുക്കുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ഇത് ലൂസായിട്ട് എപ്പോൾ തോന്നിയാലും ഒരു 2 മിനിറ്റ് കഴിയുന്നതിന് മുമ്പേ ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് മാറും. ഇതാ കണ്ടോ, ഇപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടത്. നമുക്കിനി ഇതൊരു ബേക്കിംഗ് ടിന്നകത്തോട്ട് മാറ്റാം. ഞാനൊരു ബ്രെഡ് ലോഫ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ ഒരു ബേക്കിംഗ് ഷീറ്റും കൂടി ഇട്ടിട്ടുണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും, അടിയിലൊന്നും ഒട്ടി പിടിക്കത്തില്ല. ഇനി ഇത് നല്ലതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നല്ലൊരു പരന്ന ഷേപ്പൊക്കെ വരുത്തിയിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനകത്തോട്ട് ഇത് നമുക്ക് എടുത്ത് വയ്ക്കാം. ഒരു 350 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് ഞാനത് ഓവൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു 40 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ബ്രെഡ് റെഡി. ഇത് ഇച്ചിരി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിനകത്തുനിന്ന് ഈ ബ്രെഡ് വെളിയിലെടുത്ത് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് പുറത്തെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്കിതൊരു കേക്കിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. കാരണം ഇതിനകത്ത് നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കാത്തത് കൊണ്ട്. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ഫ്ലവർ ബ്രെഡ് റെഡിയാണ്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കഴിക്കാം. വേണമെങ്കിൽ നമുക്ക് കറിയുടെ കൂടെ കഴിക്കാം. അതല്ലെങ്കിൽ ടോസ്റ്റ് ചെയ്തോ ചീസ് ഇട്ടിട്ടോ ബട്ടർ തേച്ചിട്ടോ ഇഷ്ടമുള്ളതുപോലെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.